life processes. Our world is made up of living and non-living things. അറിയാലോ. How can you differentiate between living and non-living? ചില ക്യാരക്ടറുകളുടെ ബേസിസിൽ നമുക്ക് അവയെ എന്ത് ചെയ്യാം, തരംതിരിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ്. Let us see what are these characteristics. Ability to move. പ്ലാന്റുകൾ ഒഴികെ സകല ജീവികളും ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൊഡ്യൂസ് ഓഫ് സ്പ്രിങ്സ്. റെസ്പോണ്ട് ആൻഡ് റിയാക്ട്. സകല ഓർഗനിസംസും എക്സ്റ്റേണൽ ചേഞ്ചസിനോട് റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യും. ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് മാറ്റർ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നൈട്രോജീനസ് വേസ്റ്റ് പ്രോഡക്ട്സ് പോലെയുള്ള യൂറിയ പോലെയുള്ള സംഭവങ്ങളെ നമ്മൾ എലിമിനേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ടേക്ക് ഫുഡ് ടു സ്റ്റേ അലൈവ് ആൻഡ് ടേൺ ഫുഡ് ഇൻ ടു എനർജി. ആ ഫുഡിനെയാണ് നമ്മൾ എനർജി ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ബീയിങ്സ്. മൂവ്മെന്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് റിലേറ്റഡും ആകാം, അല്ലാതെയും വരാം. ഇനി വിസിബിൾ മൂവ്മെന്റ് ഒരു ഡിഫൈനിങ് ഫീച്ചറാണ് ലൈഫിൻ്റെ എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്ലാന്റുകൾക്ക് നമുക്കൊരു വിസിബിൾ മൂവ്മെന്റ് കാണാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ചില ഓർഗനിസംസ് വെറുതെ ബ്രീത്ത് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും ചിലപ്പോൾ ഉറങ്ങുന്നത് കാണാം. അവിടെയും നമുക്കൊരു വിസിബിൾ മൂവ്മെന്റ് എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ മോളിക്കുലാർ മൂവ്മെന്റ്. എല്ലാ സ്ട്രക്ചറുകളും ഉണ്ടാക്കിയിട്ടുള്ളത് മോളിക്യൂളുകൾ കൊണ്ടാണ് അൾട്ടിമേറ്റ്ലി. അപ്പം വൈറസുകളിൽ അങ്ങനത്തെ ഒരു മോളിക്കുലാർ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റില്ല. അത് ഏതെങ്കിലും ഒരു ഓർഗനിസത്തിനെ ഇൻഫെക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു മൂവ്മെന്റ് അതിലുണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. The organized nature of living structures is likely to break down over time due to several factors. This means that the organized structures of living organisms will naturally tend to become more disordered unless energy is put into maintain the organization. അപ്പോൾ ഇത് കറക്റ്റ് ഓർഗനൈസ്ഡ് നേച്ചറിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി പ്രൊവൈഡ് ചെയ്യണം. Additionally, biological systems are subject to wear and tear, mutation, environmental changes, which can further contribute to the breakdown of their organized structures. മറ്റു പല കാര്യങ്ങൾ, അതായത് വിയർ ആൻഡ് ടിയർ സംഭവിക്കാം, മ്യൂട്ടേഷൻസ് സംഭവിക്കാം, എൻവയോൺമെന്റൽ ചേഞ്ചസ് സംഭവിക്കാം. ഫുഡിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുക, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ലൈഫ് പ്രോസസ്സസ് എന്തിനാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ഓർഗനിസംസിലുണ്ടാകുന്ന ഡാമേജ്, അതേപോലെ ബ്രേക്ക് ഡൗൺ, ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലൈഫ് പ്രോസസ്സസ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെന്ത് വേണം? എനർജി വേണ്ടി വരും. എനർജി ഈസ് നീഡഡ് ഫ്രോം ഔട്ട്സൈഡ്. ദിസ് എനർജി സോഴ്സ് ഈസ് നോൺ ആസ് ഫുഡ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് കഴിക്കുന്നത്. Since life depends on carbon-based molecules, most of the food sources are carbon-based. അപ്പോൾ ഫുഡിനെ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൽ നിന്ന് സിമ്പിൾ ഫോംസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണം. അപ്പോൾ ഈ കെമിക്കൽ പ്രോസസ്സ് നടക്കണമെങ്കിൽ എൻസൈംസ് വേണം. Enzymes are known as biological catalysts.